ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന 32 സൈസിൻ്റെ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൈയുടെ സൈഡാണ് അടിച്ചെടുക്കുന്നത്. അത് നമ്മുടെ നോർമൽ തയ്ക്കുന്ന പോലെ തയ്ക്കുമല്ലോ, ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് വെക്കുവാണ്. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് അഴിച്ച് കളയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം. ഒന്ന് വിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക ചെറുതായിട്ട്, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ നേരത്ത് ഇതങ്ങ് അഴിച്ച് കളയും, അതിന് വേണ്ടിയിട്ടാണ്. കൈ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട് കപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ 3 ടക്കാണ് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ 3 ടക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് വലിയ ടക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാ ടക്കും നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്താണ് എടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ടക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിലത്തെ ടക്കും പിന്നെ ആം ഹോളിൻ്റെ അവിടെയുള്ള ടക്കും കൂടെ ഒന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. പിന്നെ അതുപോലെ തന്നെയാണ് മറ്റേ ക്ലോത്തും നമ്മൾ ചെയ്യാനുള്ളത്. 3 ടക്കും പെർഫെക്റ്റായിട്ട് 2 സ്റ്റിച്ച് കൊടുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മറ്റേ പാർട്ടും ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന 2 ഇഞ്ച് വീതിയിൽ ഒരു ബാൻഡ് എടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിൽ നമുക്ക് അടിച്ചിട്ട് താഴെ അരികു വശം ഒന്ന് അടിച്ച് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പാർട്ട് എടുത്തു. അതിനുശേഷം അതിൻ്റെ ടക്ക് ഒന്ന് പതിച്ച് ഇപ്പുറത്തെ വശത്തൂടെ ആക്കിയിട്ട് 2 ടക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ടക്കും 2 സ്റ്റിച്ച് തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഈ ബാൻഡ് അതിലോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. അതിനുശേഷം അതൊന്ന് പതിച്ച് കൊടുക്കുക, പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതൊന്ന് നേരത്തെ ചെയ്തതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് അകത്തോട്ട് മടക്കി ഒന്ന് വെക്കുക. തൽക്കാലത്തേക്ക് നമ്മൾ വെക്കുന്നതാണ്, പിന്നീട് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോൾഡർ രണ്ടും, നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ രണ്ടും ഞാൻ ജോയിൻ്റ് ഇപ്പോഴേ ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അതനുസരിച്ച് ബാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ബാക്ക് പാർട്ടിൻ്റെ ആ നീളത്തിൽ തന്നെ നമുക്ക് ബാൻഡും കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീളമൊക്കെ കുറച്ചെടുത്ത് കണക്കിന് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാൻഡ് തയ്ക്കാം. അതിന് വേണ്ടി ഞാൻ 2 ക്ലോത്ത് ഒരുപോലെ വെട്ടിയിട്ടുണ്ട്. മെയിൻ ബാൻഡും ഇച്ചിരി അകത്ത് വെക്കാനുള്ളൊരു ബാൻഡും പിന്നെ ഇച്ചിരി അതിനേക്കാളും വലിയ ബാൻഡും കൂടെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിലുള്ള ഒരു ബാൻഡാണ് ഉള്ളത്. അത് ഫ്രണ്ടിൽ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മുടെ ഇച്ചിരി നീളമുള്ള ആ ബാൻഡും കൂടെ എടുത്ത് വെക്കുക. അതിനുശേഷം ഒന്ന് 1/2 ഇഞ്ചിൽ അടിച്ചതിന് ശേഷം തിരിച്ച് പതിച്ചടിച്ച്
തിരിച്ചിട്ടെടുക്കുക. അതിൽ ആ കറക്റ്റ് അളവിനുള്ള ആ ബാൻഡ് പീസിൻ്റെ അളവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റേ ബാൻഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. രണ്ടും ചേർത്ത് വെച്ച് വെക്കുക ഒരളവാണെന്ന്. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസിൽ ഈ ബാൻഡുകൾ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. അവിടെയും 2 സ്റ്റിച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ്. രണ്ട് ബാൻഡ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്ക് വെക്കാനുള്ളതും മറ്റേ ഐ പീസ് വരുന്ന ബാൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കാം. രണ്ട് വശത്തും പട്ടി വെച്ചെടുക്കുക. 2 ഇഞ്ചിൻ്റെ പട്ടി വെച്ച് അടിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് കൂടിയതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഡീറ്റെയിലായിട്ട് ഇനി ഒരു ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറെ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയെന്നറിയാം. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ വെച്ച് ചേർത്തു. ഇനി ഞാൻ ക്രോസ് പീസ് കുറേ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു. നമ്മുടെ കഴുത്തിൽ വെക്കാനായിട്ട് ഹെമ്മിങ് ചെയ്യുമ്പോൾ വെച്ചടിക്കാനായിട്ട് കുറേ കട്ട് പീസ് എടുത്തായിരുന്നു. 1 ഇഞ്ചിന് ക്രോസ് പീസ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കഴുത്തിൽ വെച്ച് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുവാണ്. കഴുത്തിൽ വെച്ച് ജോയിൻ ചെയ്ത് അടിക്കുവാണ്. കഴുത്തിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം.
നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ തിരിച്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ മടക്കി വെച്ച സാധനമാണ് ഇനി നമ്മൾ ഹെമ്മിങ് ചെയ്യാനായിട്ട് പോണത്. മടക്കി ഉരുട്ടി തയ്ക്കൂലേ, അതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ കൈ 2 സൈഡിലും വെച്ച് പിടിപ്പിക്കാൻ പോകുന്നു. കൈ വയ്ക്കാൻ വേറെ ആർക്കും അറിയാത്തതായില്ലല്ലോ, നമുക്ക് കൈ വെച്ച് തുന്നി ചേർക്കാം 2 സൈഡിലും. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. രണ്ട് സൈഡിലും നമ്മൾ കൈ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കറക്റ്റ് അളവ് നോക്കി നമ്മൾ സൈഡ് ഫിറ്റിങ്ങും കൂടെ അങ്ങ് ചെയ്താൽ മതിയാവും. കറക്റ്റ് അളവ് നോക്കിയിട്ട് സൈഡ് ഫിറ്റിംഗ് കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. സൈഡ് ഫിറ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു. ഇനി ഹെമ്മിങ് കൂടി മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഞാൻ നാളെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇത് സൈഡ് ഫിറ്റിംഗ് കൂടെ ചെയ്ത് ഞാനൊന്ന് എങ്ങനെയാണ് ഔട്ട്കം ഒന്ന് കാണിച്ചു തരാം. ഫൈനൽ ലുക്ക്. രണ്ട് സൈഡും അളവ് നോക്കി സൈഡ് ഫിറ്റ് ചെയ്യുക.